ഗസയുടെ വേദനയും ചെറുത്തുനിൽപ്പും ക്യാൻവാസിൽ പകർത്തുകയാണ് ഖത്തറിലെ ഒരു കൂട്ടം കലാകാരന്മാർ. ഗസ ഇൻ അവർ ഐസ് എന്നാണ് ഈ ചിത്രപ്രദർശനത്തിന് പേരിട്ടിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ 30ഓളം കലാകാരന്മാരാണ് പ്രദർശനത്തിലൂടെ ഗസയോട് ഐക്യപ്പെടുന്നത്. ഞങ്ങൾ കണ്ട ഗസ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 30ലേറെ കലാകാരന്മാർ ഗസയെ അവരുടെ ക്യാൻവാസിലേക്ക് പകർത്തിയപ്പോൾ സൂഖ് വാക്കിഫ് ആർട്സ് സെന്ററിൽ പിറന്നത് ഗസയുടെ നേർചിത്രം. ആ മണ്ണിൻ്റെ പോരാട്ടവീര്യവും കുഞ്ഞുങ്ങളുടെ കണ്ണിലെ ദൈന്യതയും അൽ-അഖ്സയുടെ പവിത്രതയുമെല്ലാം ചിത്രങ്ങളിൽ തെളിഞ്ഞു. യുദ്ധത്തിൻ്റെ ഭീകരതയും സമാധാനത്തിൻ്റെ നാളുകളിലേക്കുള്ള ശുഭാപ്തി വിശ്വാസവുമെല്ലാം കലാകാരന്മാർ പങ്കുവയ്ക്കുന്നു. Shown and appointing for there is mean a lot, especially for the picture or the. സമാനതകളില്ലാത്ത വാർത്താ റിപ്പോർട്ടിങ്ങുകളിലൂടെ ഗസയുടെ മുഖമായി മാറിയ വായിൽ അൽ ദഹ്ദോയിൻ്റെ ചിത്രവും പ്രദർശനത്തിനുണ്ട്. I did this painting about Gaza, and this reporter is famous Palestine reporter. His family was killed in Gaza, and he still continue to tell truth. I choose him because of this. സൂഖ് വാക്കിഫ് ആർട്സ് സെന്റർ നടത്തിയ തത്സമയ ഗസ വർക്ക്ഷോപ്പിൽ നിന്നും തെരഞ്ഞെടുത്ത ഏതാനും ചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. പ്രവാസി മലയാളിയായ രജീഷിന്റെ 4 ചിത്രങ്ങളും കൂട്ടത്തിലുണ്ട്. നാല് ക്യാൻവാസിൽ ഒരു പെയിൻറ്റിങ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 4 പെയിൻറ്റിങ്ങും തമ്മിലുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിൽ മനസ്സിലാവും. ഒരു വാർ ബേസ്ഡ് ആയിട്ടുള്ള ടീം വാർ എന്നുള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ഫയർ ഒരു ബേസ് ആയിട്ടുള്ളതും, തേർഡ് വൺ പീസ് ആൻഡ് ലാസ്റ്റ് വൺ ഡിവൈൻ. ആ ഒരു കോൺസെപ്റ്റിലാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. തായ് കലാകാരൻ സിൻചായ് സ്വൻപുത്തിൻ്റെ അൽ അഖ്സ ഇൻസ്റ്റലേഷനും സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നു. ആയിരം വാക്കുകളേക്കാൾ കരുത്തിൽ ഗസയിലെ മാനുഷിക പ്രശ്നങ്ങൾ കാഴ്ചക്കാരുടെ മനസ്സിലേക്ക് കോരിയിടുകയാണ് ഗസ ഇൻ അവർ ഐസ്. ഏതാനും ക്യാൻവാസുകളിലൂടെ ചിത്രകാരന്മാർ ഗസയുടെ മുഴുവൻ കഥയും ആസ്വാദകരുമായി പങ്കുവയ്ക്കുന്നു. ചിത്രങ്ങൾ വിറ്റു ലഭിക്കുന്ന തുക മുഴുവൻ ഗസയ്ക്കുള്ളതാണ്. ഇക്കൂട്ടത്തിലെ ഒട്ടുമിക്ക ചിത്രങ്ങളും ഇതിനോടകം തന്നെ വിറ്റഴിയുകയും ചെയ്തു.